സംഭവം ഒന്ന് ചെറുതായിട്ട് പാളിയിട്ടുണ്ട് കേട്ടോ. ഇതല്ല ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ, പക്ഷെ ചെയ്തു വന്നപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ദേ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്ലെയിൻ ജീൻസ് ഇങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഈ കാണുന്ന കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ. സംഭവം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ജീൻസ് വാങ്ങിച്ചിട്ട് ഒരു 4 കൊല്ലമായിട്ടുണ്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളർ 6 മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ കളർ മാറ്റും. അപ്പം നമുക്ക് പുതിയ കളറിൽ കിട്ടും, പുതിയ പാറ്റേണിൽ കിട്ടും. എനിക്ക് ട്രാൻസിഷൻ ഒന്നും എടുക്കാൻ അറിയില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിന് ചെയ്തത്, ക്ഷമിക്കണം നിങ്ങളൊന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് കളർ ചെയ്യാനുള്ള ഡൈ നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ഒരുപാട് നാൾ മുന്നേ വാങ്ങിച്ചതാണ് ഒരു ഡാർക്ക് ബ്ലൂ ഈ സംഭവമാണ് വസന്ത എന്ന് പറഞ്ഞിട്ട്. ആകെ 20 രൂപ എന്തോ വരുന്നുള്ളൂ. റേറ്റ് കൂടുതലിൻ്റെ ഉണ്ടാവാം. ഞാൻ ഈ 20 രൂപയുടെയാണ് എപ്പോഴും വാങ്ങിച്ച് ചെയ്യാറ്. അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കളർ മാറ്റാം, ഇടയ്ക്കിടയ്ക്ക് പാറ്റേൺ മാറ്റാം. പുതിയ ഡ്രസ്സാന്ന് നമുക്കൊരു ഫീൽ കിട്ടും, മറ്റുള്ളവർക്കും തോന്നിക്കും. എങ്ങനെ പറ്റിക്കാം. അപ്പം നമുക്കിതിന് കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് ഡ്രസ്സ് ഒന്ന് ഉറച്ച് ചെളിയൊക്കെ കളഞ്ഞോട്ടെ. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ്, വിനാഗിരി, പിന്നെ നമ്മുടെ ഡൈയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഈ വെള്ളത്തിൽ ഇത് സോക്ക് ചെയ്തിടാം. ഞാനൊരു 24 മണിക്കൂർ ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം എന്തായിട്ടുണ്ടെന്ന്. ഞാനിത് മുക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. കാരണം ഉണ്ടായിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ചുളിവുകൾ വന്നിട്ട് ആ ഭാഗത്തേക്ക് കളർ കയറി പിടിക്കാത്തതാണ്. പിന്നെ ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഇങ്ങനെ ഇട്ട് നടക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി വലിയ പാത്രത്തിലൊന്ന് നന്നായിട്ട് മുക്കി വെച്ചിട്ട് ഫുൾ ഡാർക്ക് ബ്ലൂ ആക്കി വെക്കാം. ചിലവർക്ക് ഇത് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എൻ്റെ ഇത് ശരിയായിട്ടില്ല. പക്ഷെ ഞാനിത് ഡിസൈനാന്ന് പറയുള്ളൂ. നിങ്ങളും അങ്ങനെ പറഞ്ഞാൽ